ഓരോ റമദാനും ആത്മീയ പരിപോഷണത്തിൻ്റെ ഒരു വർഷാരംഭമാണ്. ഒരു റമദാനിൽ കരസ്ഥമാക്കിയ ആത്മീയമായ ഉന്മേഷം അടുത്ത റമദാൻ വരെ നമ്മെ നയിക്കാൻ പ്രാപ്തിയുള്ള വിധത്തിലായിരിക്കണം. റിസാല അപ്ഡേറ്റ്. മുന്നിൽ റമദാൻ. അബ്ദുസലാം നഹ്സനി കാമിൽ സക്കാഫി പഴമണ്ണൂർ എഴുതുന്നു. വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. വിശ്വാസിക്ക് തൻ്റെ പാരത്രിക ലോകം സമ്പന്നമാക്കാൻ റമദാനിനേക്കാൾ വലിയ മറ്റൊരവസരം ഭൗതിക ലോകത്ത് ലഭ്യമല്ല തന്നെ. അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു സത്യം, മരണപ്പെട്ടവരോട് നിങ്ങളുടെ രക്ഷാമാർഗത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്ന് പറയുമായിരുന്നുവെങ്കിൽ റമദാനിൽ നിന്നുള്ള ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്നാകും അവർ ആഗ്രഹിക്കുക. തബ്സിറ. വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് റമദാനിൻ്റെ മഹത്വം. റമദാനിൻ്റെ അനേകം ശ്രേഷ്ഠതകൾ വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ വിശുദ്ധ റമദാനിനെ വിശേഷിപ്പിച്ചത് ഷഹ്റുൽ അദീം, അതിമഹത്തമായ മാസം എന്നാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ സയ്യിദുൽ ശുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്നും റമദാനിനെ വിശേഷിപ്പിച്ചത് കാണാം. അല്ലാഹു അടിമകൾക്ക് നൽകിയ മഹത്തമായ അനുഗ്രഹമാണ് വിശുദ്ധമായ റമദാൻ. നന്മ തിന്മകൾ വേർതിരിച്ച് ഏത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള പ്രകൃതം നൽകി മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചതെങ്കിലും അല്ലാഹു വളരെ ദയയും കാരുണ്യവുമുള്ളവാനാണ്. രക്ഷാർഹരായ യഥാർത്ഥ വിശ്വാസികളായല്ലാതെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരരുത് എന്ന് നമ്മോട് വസിയ്യത്ത് ചെയ്ത് നമ്മുടെ സൃഷ്ടാവ് വിജയിക്കാൻ ആവശ്യമായ ഒട്ടേറെ അമൂല്യ അവസരങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നു. ചെറിയ കർമ്മങ്ങൾ കൊണ്ടു തന്നെ ഉന്നതമായ പ്രതിഫലങ്ങളും പദവികളും ലഭ്യമാക്കാൻ സാധിക്കുന്ന അത്തരം അവസരങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് വിശുദ്ധ റമദാൻ. റമദാൻ നമുക്ക് സംവിധാനിച്ചു തന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധിയും തഖ്വയും ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. അല്ലാഹു പറയുന്നു, ഓ വിശ്വാസികളെ, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അൽ-ബഖറ 183. തഖ്വ എന്നാൽ അല്ലാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും വിരോധിച്ച കാര്യങ്ങൾ കൈയൊഴിയാനുമുള്ള പക്വത ആർജിച്ചെടുക്കലാണ്. തഖ്വ ആർജിച്ചെടുക്കാൻ റമദാനിനേക്കാൾ പറ്റിയ മറ്റൊരവസരവുമില്ല. കാരണം മനുഷ്യൻ നന്മയിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിനു മുന്നിൽ തടസ്സം നിൽക്കുന്ന പ്രധാന ശത്രുക്കളാണ് പിശാചും ശരീരേച്ഛയും. ഇവയിൽ പിശാചിൻ്റെ ദുർബോധനങ്ങൾക്കും സ്വൈരവിഹാരങ്ങൾക്കും വിശുദ്ധ റമദാനിൽ അല്ലാഹു കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്ന് ഹദീസുകൾ സൂചിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാൻ സമാഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുകളെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. ബുഖാരി. റമദാനേതര മാസങ്ങളെ അപേക്ഷിച്ച് റമദാനിൽ പിശാചിന്റെ ശല്യവും വിഹാരവും കുറവായിരിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പണ്ഡിതർ വിവരിക്കുന്നു. ഇനി ശരീരേച്ഛയുടെ കാര്യം. നോമ്പ് നോൽക്കുന്നതിലൂടെ ശരീരേച്ഛ തളച്ചിടാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്നു. വൈകാരിക ചിന്തകളിൽ നിന്നും ആസക്തികളിൽ നിന്നും ശരീരത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും ഉപയുക്തമാകുന്ന ഒന്നാണ് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ശരീരത്തെ പട്ടിണിയിലാക്കുന്ന നോമ്പ്. അതിനാൽ ശത്രുക്കളെയെല്ലാം തളച്ച് നന്മ ചെയ്തും തിന്മ വർജിച്ചും തഖ്വ സ്വായത്തമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് റമദാനിലൂടെ അല്ലാഹു നമുക്ക് ഒരുക്കി തരുന്നത്. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി പൂർണാർത്ഥത്തിൽ
തഖ്വ സ്വായത്തമാക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ അരുതായ്മകളെ മാപ്പപേക്ഷിച്ച് കഴുകിക്കളഞ്ഞും ധാരാളം നന്മകൾ ജീവിതത്തിൽ നട്ടുപിടിപ്പിച്ചും ദൃഢപ്രതിജ്ഞയോടെ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ ഈ റമദാനോടുകൂടി നമുക്ക് സാധ്യമാകണം. യഥാർത്ഥത്തിൽ ഓരോ റമദാനും ആത്മീയ പരിപോഷണത്തിൻ്റെ ഒരു വർഷാരംഭമാണ്. ഒരു റമദാനിൽ കരസ്ഥമാക്കിയ ആത്മീയമായ ഉന്മേഷം അടുത്ത റമദാൻ വരെ നമ്മെ നയിക്കാൻ പ്രാപ്തിയുള്ള വിധത്തിലായിരിക്കണം. ഒരു റമദാൻ അടുത്ത റമദാൻ വരെയുള്ളതിനിടയിൽ സംഭവിച്ച സ്ഖലിതങ്ങളെ പൊറുപ്പിച്ച് കളയുന്നതാണ് എന്ന് ഹദീസിൽ പറഞ്ഞത് ഇപ്രകാരമുള്ള റമദാനുകളെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ഒരു റമദാനെ സ്വായത്തമാക്കണമെങ്കിൽ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അവിചാരിതമായി ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ നമ്മിലേക്ക് വന്നു ചേരേണ്ട ഒന്നല്ല വിശുദ്ധ റമദാൻ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സുഹൃത്തുക്കളിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ച് മുന്നേറാനുള്ള ഒരു മത്സരവേദിയായാണ് വിശുദ്ധ റമദാനിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ചിലർ മുന്നേറി വിജയിക്കുന്നു, മറ്റു ചിലർ മാറി നിന്ന് പരാജിതരാകുന്നു. സൽക്കർമ്മികൾ വിജയിക്കുകയും അല്ലാത്തവർ പരാജയപ്പെടുകയും ചെയ്യുന്ന ഇത്തരം ദിനരാത്രങ്ങളിൽ കളിതമാശകളുമായി കഴിഞ്ഞുകൂടുന്നവൻ്റെ കാര്യം ആശ്ചര്യം തന്നെ. ലത്വായിഫുൽ മആരിഫ്. റമദാനിനെ ആവേശപൂർവ്വം വരവേൽക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില മുന്നൊരുക്കങ്ങൾ. റമദാൻ എത്തിച്ചു തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രതീക്ഷയോടെയും മനമുരുകിയുമുള്ള ഈ പ്രാർത്ഥന റമദാനിൻ്റെ ആഗമനം നമ്മിൽ ആവേശമുണ്ടാക്കാൻ കാരണമാക്കും. നിരന്തരം ചോദിച്ചും അധ്വാനിച്ചും കൈവരുന്ന ഏത് കാര്യങ്ങളും വലിയ സന്തോഷമുണ്ടാക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം പ്രവേശിച്ചാൽ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ, റമദാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ബൈഹഖി റിപ്പോർട്ട്. 6 മാസം റമദാൻ എത്തിച്ചു തരാൻ വേണ്ടിയും 6 മാസം റമദാൻ സ്വീകരിക്കാൻ വേണ്ടിയും ദുആ ചെയ്യുന്ന പതിവുള്ളവർ ആയിരുന്നു പൂർവികരായ സജ്ജനങ്ങൾ എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നു. അൽ-ദുററുൽ മൻസൂർ. റമദാനിൻ്റെ പുണ്യങ്ങൾ നേടുന്നതിന് തടസ്സമാകുന്ന ദുർഗുണങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കൽ. കാരുണ്യവർഷത്തിൻ്റേതുപോലെ പാപമോചനവും നരകമോചനവും കണക്കില്ലാതെ നൽകപ്പെടുന്ന മാസമാണ് റമദാൻ. റമദാനിലെ ഓരോ നിമിഷവും ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതും നന്മക്ക് എത്രയോ മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതുമാണ്. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ശത്രുതയിൽ കഴിയുന്നവർക്ക് പക്ഷേ ഈ സൗഭാഗ്യങ്ങളെല്ലാം തടയപ്പെടുന്നു. പാപമോചനം ഏറെ നൽകപ്പെടും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബറാഅത്ത് രാവിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ബറാഅത്ത് രാവിൽ എല്ലാവർക്കും അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു. ബഹുദൈവ വിശ്വാസിക്കും പരസ്പരം ശത്രുത വെക്കുന്നവർക്കും ഒഴികെ. ബൈഹഖി റിപ്പോർട്ട്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. 3 വിഭാഗം ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ. അനിഷ്ടത്തിലായി കഴിയുന്ന ഭാര്യ. ജനങ്ങളുടെ അനിഷ്ടമുണ്ടായിരിക്കെ അവർക്ക് ഇമാം നിൽക്കുന്ന വ്യക്തി. ഇവരുടെ നിസ്കാരം സ്വീകാര്യമല്ല. തൊബറാനി. മറ്റൊരു ഹദീസ്. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്ക് റഹ്മത്ത് വർഷിക്കുകയില്ല. അൽ അദബുൽ മുഫ്രദ്. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഹേതുവാകുന്ന മറ്റൊന്നാണ് ബിദ്അത്ത് അഥവാ പിഴച്ച വിശ്വാസം. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. പിഴച്ച വിശ്വാസക്കാരൻ്റെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മം, ഹജ്ജ്, ധർമ്മസമരം, മറ്റു ഫർളുകൾ, സുന്നത്തുകൾ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്നു മാജ റിപ്പോർട്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാത്ത ചില വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞ് മറ്റൊരു ഹദീസ് ഇപ്രകാരം വായിക്കാം.
അബൂദർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ കാരുണ്യത്തോടെ നോക്കുകയോ അവരെ വിശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ട്. 3 പ്രാവശ്യം ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പരാജിതരായ ആ 3 വിഭാഗം ആരാണ്? അപ്പോൾ പറഞ്ഞു, വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ, കൊടുത്ത ദാനങ്ങളെയെല്ലാം എടുത്തു പറയുന്നവൻ, കള്ളസത്യം ചെയ്ത് ചരക്ക് വസ്തുക്കൾ ചെലവഴിക്കുന്നവൻ. മുസ്ലിം റിപ്പോർട്ട്. ഇതുപോലെ അള്ളാഹുവിൻ്റെ പരിഗണന നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഗുരുതരമായ തെറ്റുകളാണ് പലിശയുമായുള്ള ബന്ധവും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ദ്രോഹിക്കുന്നതും. അള്ളാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ശൈലിയിൽ പറയപ്പെട്ട 2 തെറ്റുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഈ തെറ്റുകൾ അന്ത്യം മോശമാകും എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ബുജൈരിമി റിപ്പോർട്ട്. അഹമ്മദുൽ ഫസ്നി റളിയല്ലാഹു അൻഹു പറയുന്നു, വ്യത്യസ്ത റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും പാപമോചനവും അടയ്ക്കപ്പെടുന്ന പലതരം ആളുകൾ ഉണ്ടെന്ന് വ്യക്തമാകുന്നു. ബഹുദൈവ വിശ്വാസി മറ്റുള്ളവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവൻ, പരദൂഷണം പറയുന്നവൻ, കൊലപാതകി, കുടുംബബന്ധം മുറിക്കുന്നവൻ, പിഴച്ച വിശ്വാസക്കാരൻ, വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ, വ്യഭിചാരി, മദ്യപാനി, അനവദനീയമല്ലാത്ത രൂപങ്ങൾ ഉണ്ടാക്കുന്നവൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ തുടങ്ങിയവർ അതിൽ ഉൾപ്പെട്ടവരാണ്. ഇഖ്വാൻ. ഇത്തരം തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങൽ എല്ലാ സമയത്തും നിർബന്ധമായതാണെങ്കിലും റമദാൻ പോലെ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയും കാരുണ്യവർഷവുമുള്ള സമയങ്ങളിൽ തൗബ ചെയ്ത് മടങ്ങാൻ നല്ല ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. ലവാഖിഹുൽ അൻവാർ. തൗബയുടെ മാസമായ റമദാൻ കടന്നു വരുമ്പോൾ തൗബ സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ ഘടകങ്ങൾ നമ്മിലുണ്ടാക്കാൻ പ്രയത്നിക്കുക. തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന വന്നുപോയ തെറ്റുകളിൽ ഖേദിച്ച് ഇനിയൊരിക്കലും തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയമുണ്ടാക്കുകയും മാനുഷിക ബാധ്യതകളിൽ നിന്ന് മുക്തമാവുകയുമാണ് വേണ്ടത്. ആത്മീയ ശുദ്ധീകരണത്തോടൊപ്പം ബാഹ്യമായ ശുദ്ധീകരണവും നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹ വർഷത്തിൻ്റെ ഇടങ്ങളാകാൻ പറ്റുന്ന വിധത്തിൽ വീടുകളും താമസയിടങ്ങളും സജ്ജീകരിക്കാൻ നാം തയ്യാറാകുക. റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ വീടിനെ മുക്തമാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്രം, നായ, നിഷിദ്ധമായ രീതിയിലുള്ള ഫോട്ടോകൾ, ജീവികളുടെ രൂപങ്ങൾ തുടങ്ങിയവയുള്ള വീട്ടിലേക്ക് കാരുണ്യത്തിൻ്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ലെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. തുടരും.